അമേരിക്കയിൽ പുതിയ പ്രസിഡന്റ് സ്ഥാനമേൽക്കുകയാണ്. പുതിയ പ്രസിഡന്റ് സ്ഥാനമേൽക്കുന്നത് ജനാധിപത്യത്തിൻ്റെ വലിയ ഒരു പരീക്ഷണവും തിരഞ്ഞെടുപ്പ് പ്രക്രിയയൊക്കെ കഴിഞ്ഞ ശേഷം ആണ് ഇന്ന് ഔദ്യോഗികമായിട്ട് സ്ഥാനമേൽക്കുന്നത്. ഇപ്രാവശ്യം അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനമേൽക്കുമ്പോൾ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ പറ്റുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം വേദിയിൽ അമേരിക്കയിലെ ഏറ്റവും പണക്കാരെ അദ്ദേഹം ക്ഷണിച്ചിരുത്തുന്നു. എലോൺ മസ്ക്, അതുപോലെ ബിൽ ഗേറ്റ്സ്, ജെഫ് ബെസോസ്, സുക്കർബർഗ് മുതലായ പണക്കാരാണ് അദ്ദേഹത്തോടൊപ്പം, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം അമേരിക്കൻ ജനതയുടെ മുമ്പിൽ ഇനി ഭരണം തീരുമാനിക്കുന്നത് ഞങ്ങളാണ് എന്ന് വിളിച്ചോതിക്കൊണ്ട് ഇന്ന് സ്ഥാനമേൽക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഇങ്ങനെ പണക്കാരെ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സ്ഥാനാരോഹണത്തിന് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലേ? ഇങ്ങനെ ആയിരുന്നില്ല. ഇതിനു മുമ്പും പണക്കാർക്ക് അവിടെ സ്വാധീനമുണ്ടായിരുന്നു. അവരെ ലോബികൾ എന്നൊക്കെ പറയും. ഗൺ ലോബി, ഫാർമ ലോബി, ഓയിൽ ആൻഡ് ഗ്യാസ് ലോബി, ഡിഫൻസ് ലോബി എന്നൊക്കെ അങ്ങനെ ഒക്കെ പറയാറുണ്ട്. അവർ അവിടുത്തെ നയങ്ങളും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിൽ സ്വാധീനം ചെലുത്താറുമുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ പണമുള്ളവരെ വേദിയിൽ വിളിച്ചിരുത്തി ഇനി ഞങ്ങളാണ് ഭരിക്കുന്നത് എന്ന ഒരു സന്ദേശം ലോകത്തിന് മുഴുവൻ നൽകുന്നത് ഇതാദ്യമായിട്ടാണ്. ഇന്ന് മാത്രമല്ല, ഇന്നലെ ഇതിനു മുമ്പ്, അതായത് ഈ സ്ഥാനാരോഹണത്തിന് മുമ്പത്തെ ദിവസം തന്നെ പണക്കാരെ വിളിച്ച് അദ്ദേഹം ഒരു പാർട്ടി നൽകി. ഇന്ത്യയിൽ നിന്ന് മുകേഷ് അംബാനിയെയും ഭാര്യയെയും, ഏഷ്യയിലെ ഏറ്റവും പണമുള്ള ആളെന്നുള്ള ആ ഒരൊറ്റ ക്വാളിറ്റിയിൽ അദ്ദേഹത്തെ അവിടെ വിളിച്ചു. അതിൻ്റെ പടങ്ങളൊക്കെ പത്രങ്ങളിലും മീഡിയയിലൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ പണക്കാർക്ക് സ്വാധീനമുള്ള, പണക്കാർ കൂടിയുള്ള ഒരു ഭരണം എന്ന രീതിയിലാണ് ഇനി അമേരിക്കൻ ഭരണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇതിന് പണ്ട് പ്ലേറ്റോ അദ്ദേഹത്തിൻ്റെ റിപ്പബ്ലിക് എന്ന ബുക്കിൽ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഒളിഗാർക്കി എന്ന്. അപ്പോൾ അന്ന് അദ്ദേഹം അതൊരു ഗ്രീക്ക് വാക്കിൽ നിന്ന് വന്നൊരു കുറച്ചു പേരുടെ ഭരണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഒളിഗാർക്കിയിൽ തന്നെ ഏറ്റവും വൈകൃതം നിറഞ്ഞ ഒരു പ്ലൂട്ടോക്രസി എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അമേരിക്കയിൽ നടക്കാൻ പോകുന്നത്. അതായത് വലിയ പണക്കാരുടെ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ഭരണം. അപ്പോൾ വളരെ വൈകൃതം നിറഞ്ഞ ഒരു ഗവൺമെൻറ്റാണ് ഈ ഒളിഗാർക്കി, അതുപോലെ പ്ലൂട്ടോക്രസി എന്നുള്ളത് എന്ന് പണ്ട് ഗ്രീക്ക് ഫിലോസഫറായിരുന്ന പ്ലേറ്റോ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷവും അമേരിക്കയിൽ നമ്മൾ വളരെ വൈകൃതം നിറഞ്ഞൊരു ജനാധിപത്യമാണ് അവിടെ കണ്ടത്. അതിന് മോബോക്രസി എന്നാണ് പ്ലൂട്ടോ പണ്ട് റിപ്പബ്ലിക്കിൽ പറഞ്ഞിരിക്കുന്നത്. ആ മോബോക്രസി എന്ന് വെച്ചാൽ അമേരിക്കൻ ക്യാമ്പസുകളിലും അതുപോലെ ന്യൂയോർക്കിൻ്റെ തെരുവുകളിലും ഒക്കെ നമ്മൾ ആ മോബോക്രസി കണ്ടതാണ്. അപ്പോൾ ജനാധിപത്യം കഴിഞ്ഞ വർഷം തന്നെ വികൃതമായി. പിന്നെ അതിനേക്കാളും വികൃതമായൊരു ജനാധിപത്യമാണ് അമേരിക്കയിൽ നമ്മൾ ഇനി കാണാൻ പോകുന്നതെന്നാണ് ട്രംപിൻ്റെ ഒരു ക്ഷണന ലിസ്റ്റിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വേദിയിൽ ആരെയൊക്കെയാണ് അദ്ദേഹം കൂടെ ഇരുത്തുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി ഈ ഒളിഗാർക്കി എന്ന് പറയുന്നത് ഈ അമേരിക്കയിൽ മാത്രമാണോ? അല്ല, തീർച്ചയായിട്ടും അല്ല. നമ്മൾ ഈ ഉക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയ സമയത്ത് റഷ്യയിലെ ഒളിഗാർക്കുകളെ പറ്റി അദ്ദേഹം ഈ ചെൽസിയുടെയൊക്കെ ഒരു ഓണറാണ്. അദ്ദേഹം റഷ്യയിൽ നമ്മുടെ പുടിൻ്റെ സന്തത സഹചാരിയാണ്. അപ്പോൾ റഷ്യയിലും പുടിൻ്റെ സന്തത സഹചാരികളായ കുറേ പണക്കാരുമാണ് റഷ്യ ഭരിക്കുന്നത് എന്നുള്ളത് അന്ന് വാർത്തയിൽ വന്നതാണ്. ഉക്രൈനും അതുപോലെ തന്നെ കുറേ ഒളിഗാർക്കിൻ്റെ സ്ഥലമാണ്. കൂടാതെ നമ്മുടെ ഇറാൻ, സൗദി അറേബ്യ, അതുപോലെ ഇന്തോനേഷ്യ, ഇങ്ങനത്തെ രാജ്യങ്ങളും, അതുപോലെ സിംബാബ്വെ, വെനസ്യൂല, ഇവിടെയൊക്കെ ഒളിഗാർക്കിയാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒളിഗാർക്കി കൊണ്ട് എന്താണ് കുഴപ്പം? ഒളിഗാർക്കി കൊണ്ടുള്ള കുഴപ്പമെന്ന് പറയുന്നത് പണക്കാർ വീണ്ടും കൂടുതൽ പണക്കാരാകും, പാവപ്പെട്ടവർ വീണ്ടും കൂടുതൽ പാവപ്പെട്ടവരാകും. കാരണം ഇവർ ഈ കുറച്ച് പേർ ഇപ്പോൾ ഉള്ള എലോൺ മസ്കും അതുപോലെ സുക്കർബർഗ്, അല്ലെങ്കിൽ ബിൽ ഗേറ്റ്സ്, ജെഫ് ബെസോസ്, ബാക്കി പണക്കാർ, അവർ ഇലക്ഷൻ സമയത്ത് ഈ പറഞ്ഞ രാഷ്ട്രീയ നേതാവിന് ഡൊണേഷൻസ് നൽകും. വലിയ കനത്ത ഡൊണേഷൻ നൽകും. സാധാരണ പാവപ്പെട്ടവർക്ക് അത് പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഡൊണേഷൻസ് നൽകുന്നത് അവർക്ക് നാട് നന്നാക്കാനൊന്നുമല്ല, അവർക്ക് വീണ്ടും ഈ പറഞ്ഞ പണം നൽകി ഈ രാഷ്ട്രീയ നേതാവിനെ ജയിപ്പിച്ച് കൂടുതൽ പണമുണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് അവർക്കുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു രാജ്യത്തെ സാധാരണ ജനങ്ങൾക്ക് നല്ലതല്ല. ഇപ്പം ജനാധിപത്യം അതോടെ ഏകദേശം അവസാനിക്കുകയാണ്. അതിന് പകരം ഈ ഒളിഗാർക്കി എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് ആയിരിക്കും പിന്നെ അവിടെ ഉണ്ടാകുക. അപ്പോൾ ഈ പണം മുടക്കിയ, കുറേ ഡൊണേഷൻ നൽകിയ ഈ വലിയ പണക്കാർ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള നയങ്ങളും തീരുമാനങ്ങളും ഒക്കെ എടുത്ത് അവർക്ക് കൂടുതൽ പണം ഉണ്ടാക്കാനുള്ള അവസ്ഥയും അവസരവും നിയമങ്ങളും ഒക്കെ ഉണ്ടാക്കി ആയിരിക്കും ഇനി ഭരണം മുന്നോട്ട് പോവുക. അപ്പോൾ ഇതിന് അയൺ ലോ ഓഫ് ഒളിഗാർക്കി എന്നുള്ള തത്വം പറയാറുണ്ട്. അതായത് ജനാധിപത്യം അതിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ
കുറച്ചുകൂടെയൊക്കെ എന്താ പറയുക, ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ എന്നൊക്കെ പണ്ട് ഇബ്രാഹിം ലിങ്കൺ പറഞ്ഞ അതേ രീതിയിൽ ജനങ്ങളുടെ ഗവൺമെൻറ്, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നു, ജനങ്ങളുടെ ഇഷ്ടമനുസരിച്ചുള്ള ഭരണം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ജനാധിപത്യം കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് അതിൻ്റെ ഒരു വികലമായ രൂപമായ അല്ലെ വൈകൃത രൂപമായ ഈ ഒളിഗാർക്കിയിലേക്ക് മാറുമെന്ന അയൺ ലോ ഓഫ് ഒളിഗാർക്കി എന്ന തത്വവും ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ അമേരിക്കയിൽ കാണുന്ന ഇത്രയും കാലമൊക്കെ ജനാധിപത്യം ഒരു വിധത്തിലേക്ക് പോയിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അതിൻ്റെ വൈകൃത രൂപത്തിലേക്ക് അമേരിക്ക അധപ്പതിച്ചെന്നോ അല്ലെങ്കിൽ അതിലേക്ക് രൂപാന്തരം പ്രാവർത്തിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും. മറ്റു രാജ്യങ്ങളിലും ഇതുപോലെ ഈ ജനാധിപത്യം ഒരു ഒളിഗാർക്കിയിലേക്ക് അല്ലെങ്കിൽ കുറച്ച് പേരുടെ ഭരണം എന്നുള്ള ഇതിലേക്ക് അല്ലെ പ്ലൂട്ടോക്രസിയിലേക്ക് പോവുകയാണ്. പണ്ട് കാലത്ത് ഈ ഭരണക്രമത്തിൽ പ്രഭു ഭരണമെന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ അരിസ്റ്റോക്രസി എന്ന് പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു. കുറച്ച് പ്രഭുക്കന്മാരും രാജാവും കൂടി ഭരിക്കുന്നത്. അപ്പോൾ ഇന്ന് അന്നത്തെ പ്രഭുക്കൾക്കാർക്ക് പകരം പുതിയ പണക്കാർ, അതുപോലെ ജനങ്ങൾ ഈ പണക്കാരുടെ ഒരു ഡൊണേഷൻ കൊണ്ട് വലിയൊരു ക്യാമ്പയിനൊക്കെ നടത്തി ജയിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ നേതാവും കൂടി അവരുടെ ഇഷ്ടമനുസരിച്ച് ഭരിക്കുന്ന ഒരു ഭരണക്രമമാണ് നമ്മൾ കൂടുതൽ ജനാധിപത്യമെന്ന് പ്രസംഗങ്ങളിലും ഈ ഇലക്ഷൻ മാനിഫെസ്റ്റോകളിലൊക്കെ കാണുന്ന ജനാധിപത്യ രാജ്യങ്ങളിലും ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇനി നമുക്ക് നമ്മുടെ കേരളത്തിലേക്കൊന്ന് വരാം. കേരളത്തിൽ ജനാധിപത്യം 56-57 മുതൽ ഇവിടെ ജനാധിപത്യം ഉള്ള ഒരു ഗവൺമെൻറ് ഉള്ള ഒരു സ്ഥലമാണല്ലോ. നമ്മളൊക്കെ ജനാധിപത്യത്തിലാണ് ജീവിക്കുന്നത് എന്നൊക്കെയാണല്ലോ പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നത്. ഇവിടെ ഇപ്പോൾ ജനാധിപത്യമാണോ അതോ ഒളിഗാർക്കിയാണോ? CPM എന്ന് പറഞ്ഞ പാർട്ടി ഒരു ജനാധിപത്യ പാർട്ടിയാണോ അത് ഒളിഗാർക്കിയാണോ? നമ്മൾ കണ്ണൂർ ലോബിയാണ് ഇപ്പോൾ ഭരിക്കുന്നത് എന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. എന്താണ് ഈ കണ്ണൂർ ലോബി ഭരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് പേരുടെ ഒരു ഭരണമാണത്. അതാണ് ഒളിഗാർക്കി എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത സംസ്ഥാനമായ DMK ഭരിക്കുന്ന തമിഴ്നാടോ അവിടെയും കുറച്ച് പേരുടെ അപ്പനും മകനും കുറച്ച് ബന്ധുക്കളും അല്ലെങ്കിൽ കുറച്ച് അതുപോലെ പണക്കാരും കൂടി ഭരിക്കുന്ന ഒരു സംവിധാനം ഒളിഗാർക്കിയാണ് തമിഴ്നാട്ടിലുള്ളത്. ഇനി അടുത്ത ഉത്തരേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ ഉത്തർപ്രദേശിൽ മുലായം സിംഗ് യാദവിൻ്റെ ഒരു പാർട്ടിയുണ്ട്. അദ്ദേഹം മകന്, ഭാര്യ, ബാക്കിയുള്ള ബന്ധുക്കളൊക്കെ കൂടിയാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവർക്ക് ഭരണം കിട്ടുമ്പോൾ. ഇനി കോൺഗ്രസ് എന്ന് പറയുന്ന കുറേ കാലം ഇന്ത്യ ഭരിച്ചൊരു പാർട്ടി, അവർ നമ്മൾ ഈ കുടുംബ വാഴ്ച എന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ച് പേരാണ് തീരുമാനിക്കുന്നത്, അവരാണ് ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കുറച്ച് പേരുടെ ഭരണം അതല്ലേ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇനി ബീഹാർ ചെന്ന് കഴിഞ്ഞാൽ അത് തന്നെ അവിടെ ലാലു പ്രസാദ് യാദവിൻ്റെ ഭാര്യയും മകനും മറ്റു ബന്ധുക്കളും ഒക്കെ കൂടെയുള്ള ഒരു ഭരണം, കുറച്ച് പേരുടെ ഭരണം. ഇതെല്ലാം ഒളിഗാർക്കിയാണ്, ജനാധിപത്യമല്ല എന്ന് ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്ന ഈ ഒരു ഭരണമാറ്റത്തിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു അത് തന്നെയാണ് നമ്മളുടെ സംസ്ഥാനത്തും മറ്റു സംസ്ഥാനങ്ങളിലും ഒക്കെ ഇന്ത്യയിൽ നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഒരു പരിണിത ഫലം എന്താണ് ഇന്ത്യക്ക് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിനൊക്കെ? അതിന് ഈ ഇനീക്വാലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സമൂഹത്തിലെ അസമത്വം എന്ന് പറയുന്നത് അളക്കുന്ന ഒരു സൂചികയുണ്ട്. ഇനീക്വാലിറ്റി ഇൻഡെക്സിൽ നമ്മൾ വളരെ വളരെ താഴേക്ക് പോകും. അപ്പോൾ അസമത്വം വളരെ കൂടുതലുണ്ടാകും. പണക്കാർ വീണ്ടും വീണ്ടും പണക്കാരാവും. കേരളത്തിലെ തന്നെ നമുക്കറിയാം, കൂടുതൽ പണം ഉള്ളവർ അവർക്ക് പണമെറിഞ്ഞ് വീണ്ടും പണം കൊയ്യുന്നു. പാവപ്പെട്ടവർ വീണ്ടും സർക്കാരിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ, ഫ്രീ ബീസ് കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഇന്ന് ഇപ്പോൾ ഡൽഹിയിലെ ഭരണത്തിലാണെങ്കിലും കേരളത്തിലെ ഭരണത്തിലാണെങ്കിലും തമിഴ്നാട്ടിലെ ഭരണത്തിലാണെങ്കിലും ഒക്കെ കൂടുതൽ ഫ്രീ ബീസ് കൊടുത്ത് ജനങ്ങളെ ആകർഷിക്കാൻ ഇവിടെ പറ്റുന്നതിൻ്റെ കാരണം ഇവിടെ ഒളിഗാർക്കിയാണ് ഇപ്പോൾ ഉള്ളത്, ജനാധിപത്യമല്ല എന്നതുകൊണ്ടാണ്.